വാക്കുകളുടെ തമ്പുരാന് 16 വർഷത്തെ പ്രണാമം. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം കനകനിലാവിൽ. നമ്മുടെ മലയാള സിനിമയിലെ വരികളിൽ തേനും പാലും ചാലിച്ച ഗിരീഷ് പുത്തഞ്ചേരി വിടവാങ്ങിയിട്ട് ഇന്ന് 16 വർഷം തികയുകയാണ്. കോഴിക്കോടിന്റെ നന്മയും സ്നേഹവും തൂലികയിൽ ആവാഹിച്ച് ആയിരക്കണക്കിന് പാട്ടുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ ആ പ്രിയ കവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും ഓരോ മലയാളിക്കും അത് സ്വന്തം വീട്ടിലെ ഒരാളുടെ വേർപാട് പോലെയാണ്. കേവലം ഒരു ഗാനരചയിതാവ് എന്നതിലുപരി മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും ഭക്തിക്കും വരെ വരികൾ കൊണ്ട് ജീവൻ നൽകിയത് അദ്ദേഹമാണ്. പിന്നെയും പിന്നെയും ആരോ എന്ന് തുടങ്ങുന്ന പാട്ടിലെ വിരഹമായാലും കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് തുടങ്ങുന്ന വരികളിലെ ഭക്തിയായാലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ മാന്ത്രിക സ്പർശം അവിടെയെല്ലാം കാണാം. 16 വർഷങ്ങൾക്കിപ്പുറവും പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ഓർത്തുപോകും, ഇത് പുത്തഞ്ചേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമായി എഴുതിയേനെ എന്ന്. ഓരോ സിനിമയ്ക്കും ഓരോ മൂഡിനും അനുസരിച്ച് വരികൾ ചമയ്ക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വേഗതയും കൈപുണ്യവും ഇന്നും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു. പൂർത്തിയാക്കാനാവാത്ത ചില സ്വപ്നങ്ങളും സിനിമാ മോഹങ്ങളും ബാക്കി വെച്ചാണ് അദ്ദേഹം മടങ്ങിയതെങ്കിലും മലയാളം ഉള്ളിടത്തോളം കാലം ഗിരീഷ് പുത്തഞ്ചേരി എന്ന പേരും ആ വരികളും നമ്മുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. വാക്കുകൾ കൊണ്ട് വസന്തം തീർത്ത ആ വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുന്നിൽ സംഗീതപ്രേമികളായ നമ്മുടെ ഏവരുടെയും പേരിൽ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നക്ഷത്രങ്ങൾ